ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. നല്ലൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. എന്താണെന്നല്ലേ, ആദ്യത്തെ ഒരു വചനം ഒന്ന് കേൾക്കുക, അതല്ല എൻ്റെ ശരി. മത്തായി സുവിശേഷം 11-5 അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. ഈശോയിൽ പ്രിയരെ, നമ്മുടെ സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയുടെ 36ാമത് വാർഷികം. ഇത് അന്ധന്മാർ കാണുന്നു, കാഴ്ച പ്രാപിക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു. ഇതെല്ലാം തന്നെ 36 വർഷമായിട്ടുള്ള ശുശ്രൂഷയിൽ മാറിയും മറിഞ്ഞും വചനപ്രഘോഷണ സമയങ്ങളിലും ധ്യാന പ്രോഗ്രാമുകൾ നടക്കുമ്പോഴും ഹെബ്രായർ 13:8 യേശുക്രിസ്തു ഇന്നലെ ഇന്നും എന്നും ഒരാൾ തന്നെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിലൂടെ വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും കൗൺസിലിങ്ങിനും ശുശ്രൂഷയിൽ പങ്കുചേരുവാനും കടന്നു വന്ന ആരെയും യേശു വെറും കൈയോടെ പറഞ്ഞ് വിട്ടിട്ടില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ എവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആഗസ്റ്റ് 9 ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണി മുതൽ 4 മണി വരെ 3 മണിക്കൂർ എല്ലാ 2ാം ശനിയാഴ്ചയും 4ാം ശനിയാഴ്ചയും പാലാരിവട്ടം YMCA ഇതേ പ്രോഗ്രാം ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നത്. വചനപ്രഘോഷണവും രോഗശാന്തി ശുശ്രൂഷയും യേശുനാമത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ അമ്മയുടെ നാമധേയത്തിൽ വിളിക്കപ്പെടുന്ന ഈ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ അനേകരെ അനുഭവിച്ചറിയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. യൂട്യൂബിലൂടെ 1000-ലധികം 1500ഓളം വീഡിയോകൾ ഇതിനകം പോസ്റ്റ് ചെയ്തു. 2 കൈയും ഹൃദയവും തുറന്ന് എല്ലാവരും അത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഓഫ്ലൈൻ പ്രാർത്ഥന മാത്രമല്ല, ഓൺലൈനിലൂടെ സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയുടെ ശുശ്രൂഷ എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 7:30 മുതൽ 9 മണി വരെ കഴിഞ്ഞ 7 വർഷമായിട്ട് നടക്കുന്നു. 7 വർഷമായിട്ട് മറ്റൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട്. ഇതാ സുവിശേഷ പ്രഘോഷണത്തോടൊപ്പം സുവിശേഷ പ്രവർത്തനവും. എന്താണത്? വിശപ്പിൻ്റെ വിളി എന്നറിയപ്പെടുന്ന യെശയ്യാ പ്രവചനത്തിൽ 58-ാം അധ്യായം 10-ാമത്തെ വാക്യം, വിശക്കുന്നവർക്ക് ഉദാരമായി ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും, നിന്റെ ഇരുണ്ട വേളകൾ മധ്യാഹ്നം പോലെ ആകും. അഭ്യുദയകാംക്ഷികളുടെ പ്രാർത്ഥന നിയോഗങ്ങൾ ചേർത്തുകൊണ്ട് ഒരു നിയോഗ പ്രാർത്ഥനയായിട്ട് ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും ദശാംശങ്ങളിലൂടെയും പ്രിയപ്പെട്ടവരുടെ ഓർമ്മ, ആണ്ട് അടിയന്തരങ്ങൾ, ജന്മദിനങ്ങൾ, വിവാഹ വാർഷികങ്ങൾ, അല്ലെങ്കിൽ ദൈവം തന്ന അനുഗ്രഹങ്ങളിൽ നിന്ന് പങ്കായിട്ട് എല്ലാം വിശപ്പിൻ്റെ വെളിയിൽ എറണാകുളം പട്ടണത്തിലും പരിസര പ്രദേശങ്ങളിൽ അലഞ്ഞു തിരിയുന്നവർക്ക് അനാഥർക്കുമായുള്ള സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയുടെ ഭക്ഷണ വിതരണ ശുശ്രൂഷയിൽ കൈകോർത്തവർ അനേകരാണ്. ഹൃദയങ്ങൾ പരിശോധിച്ചറിയ ദൈവം അവരെല്ലാം അനുഗ്രഹിക്കട്ടെ. ഇതാ ഓൺലൈൻ പ്രാർത്ഥനയുടെ 7ാം വാർഷികം, അതുപോലെ ഓഫ്ലൈൻ പ്രാർത്ഥന YMCA നടക്കുന്നതിൻ്റെ 36ാം വാർഷികം, അതോടൊപ്പം തന്നെ നമ്മുടെ വിശപ്പിൻ്റെ വിളി ശുശ്രൂഷ. ഏറ്റവും വലിയൊരു കാര്യമാണ്. സുവിശേഷം പ്രസംഗിക്കാൻ മാത്രമുള്ളതല്ല, അത് ജീവിക്കാനുള്ളതാണ്. ദരിദ്രരെ സുവിശേഷം അറിയിക്കുന്നുവെന്നാണ് മത്തായി 11:5 വായിച്ച് കേട്ടത്. അതെ, ആ സുവിശേഷ പ്രഘോഷണ ദൗത്യം അതിൻ്റെയും 7ാം വാർഷികമാണ്. ഇതെല്ലാം ചേർന്നാണ് ഈ 2025 ഓഗസ്റ്റ് 9 വാർഷികം ആഘോഷിക്കുന്നത്. ഓഗസ്റ്റ് 19 കണക്കിന് വരുന്നത്. ഓഗസ്റ്റ് 9 YMCA ഹാളിൽ വെച്ച് എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വരാത്തവരോടൊക്കെ അറിയിക്കുക. കുടുംബസമേതം കടന്നു വന്ന് പരിശുദ്ധ മറിയത്തിൻ്റെ അമ്മയുടെ പ്രത്യേക അഗാധമായ മാധ്യസ്ഥം വഴി ദൈവം നൽകിയുള്ള അനുഗ്രഹങ്ങൾക്ക് നമുക്കൊന്നു ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. വചനപ്രഘോഷണം, ആരാധന, വിടുതൽ ശുശ്രൂഷ, അതോടൊപ്പം ഫാദർ ബിനോലിൻ കപ്പുച്ചിൻ, പൊന്നുരുന്തി തിയോഫിൻ ഗിൽഡ് ഡയറക്ടർ ബിനോലിൻ അച്ഛനാണ് വചനപ്രഘോഷണവും സൗഖ്യപ്രാർത്ഥനയൊക്കെ നടത്തുന്നത്. സ്തുതി, ആരാധന, വചനപ്രഘോഷണം, ഗാന ശുശ്രൂഷ, ജപമാല, കരുണക്കൊന്ത, സ്നേഹവിരുന്ന് ഇവയിലൂടെ ശുശ്രൂഷ കടന്നു പോകുന്നു. ഏവരെ ആത്മാർത്ഥമായിട്ട് യേശുനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ബ്രദർ ഷൈജു ആദപ്പള്ളി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാളിതുവരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും ദൈവം സമൃദ്ധമായി നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ശേഷം നേരിൽ